Hey, ladies and gentlemen, Sri here. Wow, രാവിലെ തന്നെ ഇച്ചിരി സ്പൈസി ഫ്രഷ് ഫ്രേഗ്രൻസ് വെച്ച് തുടങ്ങാം. ആദ്യമേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദി ബെസ്റ്റ് IEM എക്സ്പീരിയൻസ് ഐ എവർ ഹാഡ്. ഞാൻ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഓൾമോസ്റ്റ് 20,000 വിലയുള്ള ഒരു IEM ആണ്. ഇത്രയും വില കൊടുത്ത് നിങ്ങൾ IEMs മേടിക്കണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ പ്രോബബ്ലി നോ, യു ഷുഡൻറ്റ്. ഇതാണ് ഇതിൻ്റെ ബോക്സ്. ദിസ് ഇസ് കോൾഡ് KB ഇയർ സീഫസ്. KBRന്റെ സീഫസിനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ ഒന്നുമില്ല. ജസ്റ്റ് സൂപ്പർബ് എക്സ്പീരിയൻസ്. പക്ഷേ എല്ലാവർക്കും ഉള്ളതാണോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ പ്രൈസ് പോയിന്റ് ഇച്ചിരി ഹയർ ഓൺ ദി ഗ്രാഫാണ്. അതേപോലെ തന്നെ എന്നെ ഈ ഇയർഫോണിലേക്ക് ഏറ്റവും ആകർഷിച്ച എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കോൺഫിഗറേഷൻ. ഞാൻ സ്പെക്ക് ഭയങ്കര, എനിക്ക് ഈ IEM വീഡിയോസൊക്കെ ചെയ്യുമ്പം സ്പെക്ക് ഭയങ്കര ഡീറ്റെയിൽഡ് ടെക്നിക്കലി ആവേണ്ടതെന്നുണ്ട്. പക്ഷേ ഇത് കേട്ടിരിക്കുക പറഞ്ഞു. 2DD + 6BA ആണ് ഇതിന് കോൺഫിഗറേഷൻ. അത് എങ്ങനെയാണ്, അത് എന്തുവാണെന്ന് ഞാൻ പറഞ്ഞുതരാം. DD എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ഡ്രൈവേഴ്സിൻ്റെ മെയിൻ ജോലി എന്ന് പറയുമ്പം തുടക്കത്തിലുള്ള ഫ്രീക്വൻസീസ് എന്ന് പറഞ്ഞാൽ സ്പെക്ട്രത്തിനകത്ത് സബ് ബേസും ബേസും ഒക്കെ എത്ര പഞ്ചായിട്ട് കൊടുക്കാൻ പറ്റും, അതിനകത്തുള്ള കോൺസെൻട്രേഷനാണ് DD ഡൈനാമിക് ഡ്രൈവേഴ്സ് പറയുന്നത്. ഇതൊരു വേഗ് എക്സ്പ്ലനേഷൻ, ഇത് ഡീറ്റെയിൽഡ് അല്ല, പ്രിസൈസ്ഡ് അല്ല, ഒരു ഓഡിയോ എഞ്ചിനീയർക്ക് വേണ്ടിയുള്ള എക്സ്പ്ലനേഷൻ അല്ല. അതേപോലെ തന്നെ ഗൈസ് ഇതിനകത്ത് 6BA ഉണ്ട്. BA എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ആർമേച്ചർ ഡ്രൈവേഴ്സ്. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ബാലൻസ്ഡ് ആർമേച്ചർ ഡ്രൈവേഴ്സ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, ബേസ് കഴിഞ്ഞിട്ടുള്ള ഫ്രീക്വൻസീസ് ഉണ്ട്, മിഡും ഹൈസും ടോപ്പും ഒക്കെ, അതിനെ എത്രത്തോളം പ്രിസൈസ്ലി ഡെലിവർ ചെയ്യാൻ പറ്റും എന്ന് മാത്രമാണ് ചോദ്യം. എനിക്ക് ത്രൂ ഔട്ട് ദി കർവച്ചർ ബാൻഡ്, അല്ലെ ത്രൂ ഔട്ട് ബേസ് ആയാലും സബ് ബേസ് ആയാലും മിഡ്സ് ആണെങ്കിലും പഞ്ചി മിഡ്സ് ആണെങ്കിലും ലോസ് ഹൈസ് ആണെങ്കിലും ഭയങ്കര ടോപ്സ് ആണെങ്കിലും ഐ വാസ് ട്രൂലി ഇംപ്രസ്ഡ്, ട്രൂലി ബ്ലോൺ അവേ വിത്ത് ദിസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ പ്രൈസ് റേഞ്ചിലുള്ള ബാക്കി എല്ലാം ഈ 2DD + 6BA ഒക്കെ വരുന്നതിനകത്തെല്ലാം നിങ്ങൾ ഇംപീഡൻസ് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 30-40 ohms ഒക്കെ വരും, അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കും. പക്ഷേ ഇതിന് ജസ്റ്റ് 18 to 14 ohms ആണ് റെസിസ്റ്റൻസ് വരുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഡാക്ക് മേടിച്ചും പൈസ കളയണ്ട. വെരി ഗുഡ്. ഞാൻ ഈ ഒരു ഡാക്ക് വെച്ചല്ല മെജോറിറ്റി ടെസ്റ്റ് ചെയ്തത്, ഞാൻ ടെസ്റ്റ് ചെയ്ത ലാപ്പിനകത്താണ്. അത് അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഡാക്കിൻ്റെ ഇൻ്റർഫിയറൻസും അവരുടെ ആ ഒരു ഡാക്കിൻ്റെ വഴിയുള്ള ഒരു സാധനം വരുമല്ലോ, ഈ എന്തെങ്കിലുമൊക്കെ ടൊണാലിറ്റി ചേഞ്ചൊക്കെ വരും, അതൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇറ്റ് വാസ് റിയലി ഗുഡ്. ഇനി ഹൗ ദിസ് ഇസ് ഔട്ട്. ഇത് ഈ വീഡിയോയിൽ ഇൻഡെപ്ത് ആയിട്ട് പോകുന്നതിന് മുമ്പ് രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ ഈ ഇയർഫോൺ എന്നെക്കാട്ടി ഒരുപാട് കൂടുതൽ യൂസ് ചെയ്തെന്ന് പറയുമ്പം മിഥുൻ ശങ്കർ അല്ലെങ്കിൽ MSJ ട്യൂൺസ് അല്ലെ MSJ മ്യൂസിക് എന്നൊക്കെ പറയുന്ന ഒരു മച്ചാനാണ്. ഹി ഹാസ് ബീൻ മ്യൂസിക് പ്രൊഡ്യൂസർ ഫോർ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. വെരി അബൻഡൻറ്റ് നോളജും റിസോഴ്സും ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ IEMs എന്തുവെന്ന് അറിയുന്നതിന് മുമ്പ് 6 കൊല്ലം മുന്നേ അങ്ങണ്ട് KZയുടെ IEMs ഒക്കെ ഉപയോഗിച്ച് തുടങ്ങി വെച്ചാൽ അതുപോലത്തെ ഒരു കിടിലം മ്യൂസീഷ്യൻ. അയാളുടെ വാക്കുകളായിരിക്കും ഞാൻ ഇച്ചിരി കൂടെ പറയാൻ പോകുന്നത്. പക്ഷെ അതിന് മുന്നേ എനിക്ക് ഇത് 2-3 കാര്യം പറയാനുള്ളതെന്ന് പറയുമ്പം ഒരു ടെക്നിക്കൽ റിവ്യൂറിൻ്റെ ആസ്പെക്റ്റിൽ നിന്ന് ബിൽഡ് ക്വാളിറ്റി ഈസ് സുപ്രീംലി ഗുഡ്. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ഇന്ന് റെസിൻ ഷെൽസും കാര്യങ്ങളൊക്കെ കാണാനും നല്ല രസമുണ്ട്. പക്ഷെ അതേപോലെ ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ചെവിയിലിരുന്ന് നമുക്കൊരു ഡിസ്കംഫർട്ടോ അങ്ങനത്തെ സംഭവം ഒന്നും തോന്നുന്നില്ല. പിന്നെ കേബിൾ ക്വാളിറ്റി ആണെങ്കിലും ഇറ്റ് ഈസ് റിയലി ഗുഡ് എന്ന് പറഞ്ഞാൽ എക്സെപ്ഷണലി ഗുഡ് എന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ അത്യാവശ്യം നല്ലൊരു കേബിൾ ക്വാളിറ്റി, അത് കാണാനും ഒക്കെ നല്ലതാണ്. എനിക്ക് വേറെ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല. ബിൽഡ് ക്വാളിറ്റി സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് ഭയങ്കരമായ റഫ് യൂസിനുള്ള ഒരു മെഷീൻ അല്ല ഇത് ഓൾമോസ്റ്റ് ഒരു സ്റ്റുഡിയോ പർപ്പസിനോ അല്ലെങ്കിൽ ഒരു സിംഗറിനോ ഒരു ആർട്ടിസ്റ്റിനോ വേണ്ടിയുള്ള സാധനമാണ്. അതിനാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്, ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷേ ഇറ്റ്സ് ടോട്ടലി റിലയബിൾ. ഞാൻ എൻ്റെ റഫ് യൂസ് ആണ്, ഏത് IEM ആണെങ്കിലും എൻ്റെ ഒരു 3 റോ ചുറ്റും അടിച്ചു പോയി, അത് എൻ്റെ കുറ്റം പറഞ്ഞാൽ മതി. പിന്നെ ഇതൊക്കെ ഞാൻ തറയിറക്കിയിട്ട് അങ്ങനത്തെയൊക്കെയാണ്. ഡിസൈൻ ഡ്യൂറബിലിറ്റി സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് സൂപ്പർബ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഇനി സൗണ്ട് സ്റ്റേജിനെ കുറിച്ച് എനിക്കൊരു വാക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷൻ. ഓ മൈ ഗോഡ്, ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷൻ ഇസ് OG ഗോഡ് ലെവൽ. രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് ഇതിനകത്തെ വോക്കൽസ്. 6BA 6 ബാലൻസർ ആർമേച്ചേഴ്സ് എന്ന് ഫീമെയിൽ വോക്കൽസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ആം ഇൻ ലവ് വിത്ത് ദ വോക്കൽസ് ഇൻ ദിസ്. വേറെ സാധനം എന്ന് വെച്ചാൽ ഇതിനകത്തെ സൗണ്ട് സെപ്പറേഷനും സ്റ്റേജ് സെപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇൻസൈൻ ലെവൽ. ഞാൻ ഇതുവരെ ഇത്രയും പ്രിസൈസ് ആയിട്ടുള്ളൊരു മ്യൂസിക് കേട്ടിട്ടില്ല. ഇനി ഒരു ഹെഡ്സപ്പ് എനിക്ക് പറയാനുണ്ട്.
സി ഗൈസ്, IEMs എന്ന് പറയുന്ന ഒരുപാട് പേര് എനിക്ക് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് കാർ റിലേറ്റഡ് മെസ്സേജ് അയക്കുന്നവരോട് പറയാനുള്ളത് എല്ലാവർക്കും ഉള്ളതല്ല. നിങ്ങളിപ്പോൾ റൺ ആൻഡ് ഗൺ ഷൂട്ടിംഗ് സ്റ്റൈലാണ്, നിങ്ങൾക്കിപ്പോൾ ഡെയിലി ഓഫീസിൽ പോകുമ്പോൾ ഒരു വയർലെസ് ബ്ലൂടൂത്ത് ഇയർഫോണൊക്കെ യൂസ് ചെയ്യുക, അതിനെ റിപ്ലേസ് ചെയ്യേണ്ടതല്ല IEM. IEM എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സെഡേറ്റഡ് അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പെർഫോമൻസിന് നിങ്ങൾക്ക് ഓരോ ഫ്രീക്വൻസീസിലും ഓരോ ട്യൂൺസും പ്രിസൈസ് ആയിട്ട് കേൾക്കണം. ഭയങ്കര ഒരുപാട് വർഷങ്ങളായിട്ട് കേട്ട് എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെയുള്ളവർക്ക് IEM. അല്ലാതെ സാധാരണ റൺ ആൻഡ് ഗൺ സിറ്റുവേഷനിലും നിങ്ങൾ ബേസ്ഡ് ആണോ അതോ ഒരു അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് യൂസ് കേസേ അല്ല. അതുകൊണ്ട് ഒരിക്കലും ഒരു IEM നിങ്ങളുടെ ഡെയിലി ഡ്രൈവറിനെ റിപ്ലേസ് ചെയ്യില്ല എന്ന് പറയുള്ളൂ. സോ ഇനി സൗണ്ട് സ്റ്റേജിനെ കുറിച്ച് ബാക്കിയൊക്കെ പറയാൻ ഐ വിൽ ഹാൻഡ് ഇറ്റ് ടു മിഥുൻ. ഗൈസ്, മച്ചാൻ OG മ്യൂസീഷ്യനാണ്. മച്ചാൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇത് കഴിഞ്ഞിട്ടിടാം. മേക്ക് ഷുവർ യു ചെക്ക് ഹിസ് ഇൻസ്റ്റഗ്രാം, എല്ലാം എന്താ പറയുക, എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്, മച്ചാൻ്റെ വർക്കും കാര്യങ്ങളും എല്ലാം. ഈ വീഡിയോ കഴിഞ്ഞിട്ട് അവൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഒരു 10 സെക്കൻഡ് പാട്ടും പ്ലേ ചെയ്യിപ്പിച്ച് തരാം. സോ ഗൈസ്, പിന്നെ വേറൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഈ മിക്ക ഇയർഫോണും ചാനലിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്നത് കീപ് ഹൈഫൈയിൽ നിന്ന്. സോ വർഷങ്ങളായിട്ടല്ലേ മാസങ്ങളായിട്ട് അവർ നമ്മളുമായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ട്. അതുകൊണ്ട് മേക്ക് ഷുവർ നിങ്ങൾ IEMs വാങ്ങിക്കുകയാണെങ്കിൽ കീപ് ഹൈഫൈയിൽ നിന്ന് തന്നെ പോയി വാങ്ങിക്കുക. അവർക്കാണ് ബെസ്റ്റ് പ്രൈസസും കാര്യങ്ങളും. അതുപോലെ വൈഡ് വെറൈറ്റി ഓഫ് ഇയർഫോൺസ് ഉള്ളതല്ല. അവരെനിക്ക് സ്പോൺസർഷിപ്പ് ചെയ്ത് ഫ്രീ ആയിട്ട് അയച്ചു തന്നൊന്നും അല്ല ഇതെനിക്കൊരു ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ കീപ് ഹൈഫൈ നമ്മളുടെ റിലേഷൻ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ദിസ് ലുക്സ് റിയലി ഗുഡ്. ഒരു ഗാലക്സി കൈൻഡ് ഓഫ് ഫിനിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡാൻസ് കളിക്കണതിനാണ് കാണിക്കുന്നത്. ഹാൻഡ് ഇറ്റ് ഓവർ ടു യു മിഥുൻ. ഹേ ഗൈസ്, എൻ്റെ പേര് മിഥുൻ. ഞാനൊരു മ്യൂസിഷ്യനാണ് ആൻഡ് ഐ ബിൻ റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിങ് മ്യൂസിക് ഫോർ ദ ലാസ്റ്റ് 5 years. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് KB C-Festനെ കുറിച്ചാണ്. എനിക്ക് ആക്ച്വലി IEMs ഒരു 1 week മുന്നേ ടെസ്റ്റ് ചെയ്യാൻ തന്നു. ആൻഡ് മൈ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ലൈക്ക് ദീ സൗണ്ട് റിയലി ഗുഡ്. ഒരു IEMsന് എത്ര ഭംഗിയായിട്ടൊരു മ്യൂസിക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും അത്ര ഭംഗിക്ക് ഇത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ആർട്ടിസ്റ്റ് ഒരു മ്യൂസിക് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ടുണ്ടാക്കുമ്പോൾ അതിൽ എന്തൊക്കെ എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നു അതെല്ലാം ഇൻറ്റൻഷനലാണ്. ഒരിക്കലും ഒരു ആർട്ടിസ്റ്റ് ചുമ്മാ ഇതിവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ചുമ്മാ ഒരു സാധനം ത്രോ ചെയ്യത്തില്ല ട്രാക്കിൽ. എപ്പോഴും ആർട്ടിസ്റ്റ് ഇടുന്ന കാര്യങ്ങൾ ദേ ആർ വെരി ഇൻറ്റൻഷനൽ. ആൻഡ് ടു ബി ഏബിൾ ടു ലിസൺ ടു എവറി സിംഗിൾ എലമെൻറ്റ് ഓഫ് എ ട്രാക്ക് യു നീഡ് എ ഗുഡ് പെയർ ഓഫ് ഹെഡ്ഫോൺസ് ഓർ യു നീഡ് എ ഗുഡ് പെയർ ഓഫ് IEMs. സോ ഞാൻ ഫസ്റ്റ് ടൈം ഈ മോണിറ്റേഴ്സ് വെച്ച് ലിസൺ ചെയ്തപ്പോൾ എനിക്ക് എന്താ പറയുക, ഒരു രോമാഞ്ചം തോന്നും ഇത് ആക്ച്വലി ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ. ബിക്കോസ് ദീസ് റെപ്രസെൻറ്റ് എവറി പാർട്ട് ഓഫ് ദ ഫ്രീക്വൻസി സ്പെക്ട്രം. ഈ ഫ്രീക്വൻസി റേഞ്ച് എല്ലാം വളരെ നന്നായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് ഹെഡ്ഫോൺസേ ഉള്ളൂ. ആൻഡ് ഐ ഫൈൻഡ് ദാറ്റ് ദീസ് ഇയർഫോൺസ് ക്യാൻ ഡു ദാറ്റ് വെരി വെൽ. ശ്രീ എനിക്ക് ആക്ച്വലി കുറച്ച് ക്വസ്റ്റ്യൻസ് അയച്ചിട്ടുണ്ട് ആൻഡ് ഐ വിൽ ബി ആൻസറിങ് ദം ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗസ് ദി സൗണ്ട് സ്റ്റേജ്. സൗണ്ട് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു VR ഹെഡ്സെറ്റ് എടുത്ത് വെക്കുകയാണ്. ഓക്കെ, നമ്മൾ വെക്കുമ്പോൾ ലൈക്ക് നമ്മൾ എന്ത് കാണുന്നു അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. വിർ ട്രാൻസ്പോർട്ടഡ് ഇൻ ടു എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സ്പേസ് ആൻഡ് വി ഗെറ്റ് ടു എക്സ്പീരിയൻസ് ദാറ്റ് സ്പേസ് ഫ്രം ദ കംഫർട്ട് ഓഫ് അവർ ഹോം, റൈറ്റ്? അതാണ് ഒരു VR ഹെഡ്സെറ്റ് വെക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഫോർ വിഷ്വൽസ്, ഫോർ ദി ഐസ്. ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള IEMs അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള ഇയർബഡ്സിന് ആ സെയിം എക്സ്പീരിയൻസ് ലിസണിങ്ങിൽ കൊണ്ടുവരാൻ പറ്റും. ആൻഡ് വാട്ട് ഐ മീൻ ബൈ ദാറ്റ് ഇസ്, ഇമാജിൻ ദാറ്റ് യു ആർ ലിസണിങ് ടു എ ലൈവ് ആൽബം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ കോൾഡ്പ്ലേയുടെ ലൈവ് ഇൻ ബോയ്നസ് എയർസ്. ഫോണിൽ കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ലൈക്ക് ഇതെന്താ ഇങ്ങനെ, ഓഡിയൻസിൻ്റെ കുറേ പരപര സൗണ്ട് ഉണ്ട്, ഡ്രംസ് എല്ലാം ഒരുമാതിരി പിസ് 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 എന്നൊക്കെ കേൾക്കുന്നു. ലൈക്ക് നിങ്ങൾക്ക് ഫോണിൽ കൂടെ കേൾക്കുമ്പോൾ ഒരിക്കലും അത് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഒരു നല്ലൊരു ലൈക്ക് ക്വാളിറ്റി ഉള്ള ലൈക്ക് നല്ല ട്രൂ ടു സൗണ്ട് ഉള്ള ഇയർഫോൺസ് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നൊക്കെ സൗണ്ട് കേൾക്കാൻ തുടങ്ങും നിങ്ങൾക്ക്. ഇറ്റ് ഫീൽസ് ലൈക്ക് യു ആർ സ്റ്റാൻഡിങ് ഇൻ ദാറ്റ് സ്റ്റേഡിയം. ഇറ്റ്സ് ലൈക്ക് റിയലി റിമാർക്കബിൾ വാട്ട് ദി എന്താ പറയുക ദ സൗണ്ട് സ്റ്റേജ് ദിസ് ഓഫേഴ്സ്. വാട്ട് മേക്സ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം അതർ IEMs? എനിക്ക് ആക്ച്വലി ഐ ബിൻ യൂസിങ് ദി KZ Sedison Pro X. അങ്ങനെ ഒരു IEM ഉണ്ട്. ഇറ്റ്സ് വെരി ബഡ്ജറ്റ് ബട്ട് ഇറ്റ് പ്രൊഡ്യൂസസ് റിയലി ഗുഡ് സൗണ്ട് ആൻഡ് ഐ ബിൻ യൂസിങ് ദാറ്റ് ഫോർ ദ ലാസ്റ്റ് 5 years. എനിക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല ബിക്കോസ് ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ് സൗണ്ട് സിഗ്നേച്ചർ. ബട്ട് ലിസണിങ് ടു ദിസ് ഐ ഫീൽ ലൈക്ക് ഐ വോണ്ട് ടു അപ്ഗ്രേഡ് ടു ദിസ് ബിക്കോസ് ദീസ് സൗണ്ട് ആബ്സൊല്യൂട്ട്ലി റിമാർക്കബിൾ. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ബേസ് ഫ്രീക്വൻസീസ് വെരി വെൽ റെപ്രസെൻറ്റഡ് ആണ്. ഒരു ബേസ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒരു ബേസ് ഇൻസ്ട്രുമെൻറ്റ് എങ്ങനെ കേൾക്കണം അത് ട്രൂ ടു ലൈഫായിട്ട് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ മൈക്കിൾ ജാക്സൻ്റെ പാട്ടുകൾ ലൈക്ക് PYT എന്നൊരു പാട്ടാണ് മൈക്കിൾ ജാക്സൻ്റെ. ലൈക്ക് വെരി പഞ്ചി ബേസ് ആണ്, വെരി ടൈറ്റ് ആൻഡ് പഞ്ചിയാണ് അതിലൊരിക്കലും ഈ ഹിപ്പ് ഹോപ്പ് ട്രാക്സ് ഉണ്ടല്ലോ ലൈക്ക് ഇങ്ങനെ ബൂം കാർ കേൾക്കുമ്പോൾ ഇങ്ങനെ ബൂം 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 നിടിച്ച് കേൾക്കുന്ന സൗണ്ട് ഉണ്ട്.
കോളേജിൽ പോകുമ്പോഴത്തേക്ക് എല്ലാവരും കാറിലൊക്കെ വെച്ച് ഇങ്ങനെ വലിയ മേളം ഉണ്ടാക്കി പോകും. ഒരു മൈക്കിൾ ജാക്സൻ്റെ ഒരു ട്രാക്ക് എടുത്താൽ, ഏതൊരു ട്രാക്ക് എടുത്താലും ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് റിക്വയർസ് ദാറ്റ് ബൂമിനെസ് ഓർ ദാറ്റ് ബൂമി എഫക്റ്റ്. ഒരു നല്ലൊരു ഇയർബഡ്സിന് ആ ഒരു ബൂമിനെസ് കൺട്രോൾ ചെയ്ത് ലൈക്ക് ആക്ച്വലി ആർട്ടിസ്റ്റ് എന്താണ് ഇൻറ്റൻറ്റ് ചെയ്യുന്നത് അത് മാത്രമേ അത് പുറത്തെടുക്കത്തുള്ളൂ. ദാറ്റ്സ് വാട്ട് മേക്സ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം അതർ IEMs, ഐ ഫീൽ. ഇസ് ദിസ് ഫോർ ബേസ് ഹെഡ്സ്? ബേസ് ഹെഡ്സിനാണെന്ന് ഞാൻ പറയില്ല. ബിക്കോസ് ആസ് ഐ ഓൾറെഡി മെൻഷൻഡ്, the bass is there, absolutely, but it's not over the top, right? If you're a bass head, you're expecting that, ഞാൻ നേരത്തെ പറഞ്ഞ ബൂമിനെസ് അതാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ബട്ട് ഒരിക്കലും ഈ ഒരു IEMsന്ന് ആ ഒരു ബൂമിനെസ്, ആ ഒരു ഇടിച്ച് കയറുന്ന ബേസ് എന്താ പറയുക, ഓവർ ദ ടോപ്പായിട്ട് നിങ്ങൾക്ക് കേൾക്കില്ല. ദർ ആർ അതർ IEMs that focus on bass very well, but if you're a bass head, will you be disappointed with this? Absolutely not. These have incredible bass. ആവശ്യമില്ലാത്ത ബൂമിനെസ് ഇതിന്ന് കേൾക്കില്ല. That's what I meant. If you are an audiophile, or if you like listening to music and you want the absolute true form of the music, this is really good. And ഇതിലെ ബേസ് വെരി upfront ആണ്, വെരി punchy ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വുഡ് യു റെക്കമെൻഡ് ദീസ് IEMs? എനിക്കിത് കേട്ടപ്പോൾ ഈ IEMs വെച്ച് ഞാൻ ഒരു പാട്ട് കേട്ടു. ആൻഡ് my first impression was, wow, I've been missing out. Because I've been using the KZ Citizen Pro X for the last 5 years. And എനിക്ക് ആക്ച്വലി ലൈക്ക് ഇത്ര ഒരു ഡിഫറൻസ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ലിസണിങ് ടു ദീസ് IEMs, ഇറ്റ് ഓപ്പൺഡ് അപ്പ് എ ഹോൾ ന്യൂ വേൾഡ് ഫോർ മീ എന്ന് പറയുമ്പം കേട്ട് തുടങ്ങിയപ്പോൾ ഉടനെ രോമാഞ്ചം അടിച്ചു. അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എൻ IEM ടു ബൈ, ഓർ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ സംതിങ് you can use to listen to music very carefully, like very critically, and നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കാണ്, അതെല്ലാം നിങ്ങൾക്ക് വളരെ വൃത്തി കേൾക്കണമെങ്കിൽ 100% go for these IEMs, because these sound incredible. ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളതിൽ I think these sound the best of these IEMs I've tested so far. So yeah, I would absolutely recommend this, and yeah, that's it. Bye.